നമസ്കാരം. കർണാടകയിലെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ LDFിൻ്റെ മന്ത്രിമാരായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയുടെ ഫോട്ടോ, മാത്രമല്ല JDSൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മാത്യു ടി തോമസിൻ്റെയൊക്കെ ചിത്രം ഉൾപ്പെടുത്തിയ സംഭവം, ഒരു നോട്ടീസൊക്കെ പതിക്കുന്ന സംഭവമൊക്കെ വലിയ വിവാദമായിരുന്നു കേട്ടോ. ആ പോസ്റ്ററിൽ തൻ്റെ ഫോട്ടോ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ കളിയാണ് എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ ആരോപിക്കുന്നത്. മാത്യു ടി തോമസും LDFിൽ തന്നെയെന്ന് ഉറപ്പിക്കുകയാണ്. ബംഗളൂരു റൂറൽ സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ മരുമകനുമായിട്ടുള്ള ഡോക്ടർ CN മഞ്ജുനാഥിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു. ആ പോസ്റ്ററിലാണ് കേരളത്തിലെ LDF നേതാക്കളുടെ ചിത്രങ്ങൾ അടക്കം പ്രദർശിപ്പിക്കുന്നത്. JDSൻ്റെ സേവാദൾ നേതാവ് ബസവരാജാണ് പോസ്റ്റർ ഇറക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. ദേശീയ തലത്തിലൊക്കെ NDA മുന്നണിയിലുള്ള ഒരു ഘടകകക്ഷിയാണ് JDS എന്ന് പറയപ്പെടുന്നത്. കേരളത്തിൽ പക്ഷേ LDFിൻ്റെ സഖ്യത്തിലാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളതാണ്. ബംഗളൂരുവിൽ 28-ന് റെയിൽവേ ലേഔട്ടിൽ നടത്തിയ പരിപാടിയുടെ പോസ്റ്റർ ഉണ്ടായിരുന്നു. ആ പോസ്റ്ററിലാണ് കേരളത്തിലെ ഈ വലിയ നേതാക്കളുടെയൊക്കെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. 2023 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് JDS എന്ന് പറയപ്പെടുന്ന പാർട്ടി NDA സഖ്യത്തിൽ ചേരുന്നത്. NDAയുടെ ഭാഗമാകാനുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ പക്ഷേ അന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് JDS കേരള ഘടകം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥിതിവിശേഷമാണോ ഇപ്പോൾ ഉള്ളത്? പകരം കർണാടകയിലെ BJPയുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ എങ്ങനെയാണ് കേരളത്തിലെ LDFിൻ്റെ മന്ത്രിയുടെ പോസ്റ്റർ വന്നത്, LDFിനോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പോസ്റ്റർ വന്നത് എന്നുള്ളതാണ് വലിയ വിവാദമായത്. അതിന് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് എന്ന് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ തീരുന്നതാണോ എന്ന് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് വ്യാജ പോസ്റ്റർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭവം, ഈ പോസ്റ്ററിൽ തൻ്റെ ഫോട്ടോ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ കള്ളക്കളിയാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ കളി നടത്തി ഇദ്ദേഹത്തെ കർണാടകയിൽ തേജോവധം ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ ഈ കൃഷ്ണൻകുട്ടിയും ഈ മാത്യു ടി തോമസിനെയൊക്കെ? ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവർ 2023 മുതൽ NDAയുടെ ഭാഗമാണ്. പക്ഷേ കേരളത്തിൽ മാത്രം LDFിൻ്റെ കൂടി. ഇതൊരു വല്ലാത്ത വിരോധാഭാസമാണ് കേട്ടോ. അതുകൊണ്ട് കർണാടകയിലും അതുപോലുള്ള BJP ഭരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ ദേശീയ തലത്തിൽ JDS എന്ന് പറയപ്പെടുന്ന ഈ NDAയുടെ ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം ആ ഒരു സമീപനമല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഒരു 2 വർഷം കൂടി ഇങ്ങനെ തന്നെ ആയിരിക്കും പോവുക. കാരണം ഈ ഭരണവും മന്ത്രിസ്ഥാനവും ഒക്കെ വിട്ടുകളഞ്ഞുള്ള ഒരു പരിപാടിക്കും JDS എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഒരു 2 വർഷം കൂടി ഇതിനകത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുക, എന്നിട്ട് ഇവിടെ വലിയ രീതിയിൽ ദേശീയ പ്രസ്ഥാനത്തിനെ, അതായത് JDS എന്ന് പറയപ്പെടുന്ന ദേശീയ ഘടകത്തിന് വേണമെങ്കിൽ ഇങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, ഞങ്ങൾ സോഷ്യലിസം പറയുന്നവരാണെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഒരു 2 വർഷം കൂടി ഇവിടെ ഉന്തിത്തള്ളി മുന്നോട്ട് പോകും. മന്ത്രിസ്ഥാനമൊക്കെ അത്തരത്തിൽ കൈകാര്യം ചെയ്യും. മാത്രമല്ല പല ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയൊക്കെ ചെയർമാൻ സ്ഥാനം അടക്കമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ മന്ത്രിക്കും ഈ അധ്യക്ഷനുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ കർണാടകയിലോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് ആന്ധ്രയിലോ തെലുങ്കാനയിലോ തമിഴ്നാട്ടിലോ ഒക്കെ ആണെങ്കിൽ കൂടിയും JDSൻ്റെ പടം വയ്ക്കുന്ന രീതി ഉണ്ടായാൽ ആദ്യം ഇങ്ങനെ ഒരു എതിർവാദമൊക്കെ പറയുമെന്നല്ലാതെ മറ്റൊന്നും ഈ മാത്യു ടി തോമസിനോ കൃഷ്ണൻകുട്ടിക്കോ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ അധികാര കൊതിയന്മാരായതുകൊണ്ടും അധികാരം കയ്യിലിരിക്കുന്നതുകൊണ്ടും അത് കളഞ്ഞു കുളിക്കാൻ വയ്യാത്ത സാഹചര്യമായതുകൊണ്ട് കേരളത്തിൽ LDFിനോടൊപ്പം ചുവന്ന രാഷ്ട്രീയം പറയുകയും അവിടെ സോഷ്യലിസം പ്രസംഗിക്കുകയും ചെയ്യും. എന്നാൽ കർണാടകയും തമിഴ്നാടും ഒക്കെ കഴിഞ്ഞിങ്ങനെ വടക്കേ ഇന്ത്യയിലേക്ക് കടന്നു കയറുമ്പോൾ കാവ്യ രാഷ്ട്രീയം പറയുകയും കാവ്യയോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഈ JDS മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇവർ അതിനെതിരെയൊക്കെ ഈ വാദങ്ങളൊക്കെ ഉന്നയിച്ചാൽ കൂടിയും, ഈ പോസ്റ്ററിൽ തൻ്റെ ഫോട്ടോ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ കളിയാണ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിയും, ഇവർ സത്യത്തിൽ ഇവരുടെ നിലപാട് എന്താണ് എന്ന് പറയാം. LDFിലാണോ അല്ലെങ്കിൽ ഈ പറയുന്ന NDAയിലാണോ? കാവ്യ അണിയുകയാണോ അതോ ചുവപ്പണിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണോ? സോഷ്യലിസം പ്രസംഗിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണോ അതോ മോദി ഗ്യാരണ്ടിയുമായി മുന്നോട്ട് പോകാൻ പോവുകയാണോ? ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കൂ. വെറുതെ ഈ കേരളം പോലൊരു സ്ഥലത്ത് LDFിൻ്റെ മന്ത്രിസ്ഥാനം വഹിച്ചുകൊണ്ട് ആ മന്ത്രിസ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി ദേശീയ തലത്തിലെടുത്ത തീരുമാനത്തെ തള്ളിക്കളയുന്നതാണോ നിങ്ങളുടെ നിലപാട് എന്ന് മാത്രം പറഞ്ഞാൽ മതി.